ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും താലിമാറ്റൽ ചടങ്ങ് ഇന്നത്തോടു കൂടി അവസാനിക്കാൻ കേട്ടോ സുഹൃത്തുക്കളെ. ആരും ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും താലിമാറ്റൽ ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ വർഷേനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. ചന്ദ്രമതിയുടെ നോട്ടം മുഴുവനും വർഷയുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണത്തിലേക്കാണ്. അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടിയിട്ട് നമ്മുടെ രവിയേട്ടൻ്റെയും ചന്ദ്രമതിയുടെയും കാലിൽ വീണ്ട അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ്. പിന്നീട് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ നമ്മുടെ സുധിയോട് പറയുകയാണ്, നീ നോക്കിക്കോ, ഇതിനെക്കാട്ടി നല്ല സ്വർണ്ണമായിട്ട് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരും. എന്നിട്ട് ശ്രുതിയുടെ കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ സ്വർണ്ണം അണിയിക്കും. നീ നോക്കിക്കോടാ ശ്രുതി എന്ന് പറയുകയാണ് ചന്ദ്രമതി. പിന്നീട് നമ്മുടെ ചന്ദ്രമതി വർഷയുടെ കഴുത്തിലേക്ക് താലി അങ്ങോട്ട് മാറ്റി കെട്ടണു, കവിളിൽ മഞ്ഞൾ തേച്ച് കൊടുക്കണു, തലയിൽ കൂടെ ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ വിതർന്നു. പക്ഷെ വർഷം നമ്മുടെ രേവതിനെ ശ്രദ്ധിക്കാൻ കേട്ടോ. രേവതി പാവമല്ലാതെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സച്ചി ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വർഷമാണെങ്കിൽ രേവതിനെ വിളിക്കുന്നത്, രേവതി ചേച്ചി എന്താ അവിടെ ഇങ്ങനെ മിഴിച്ച് നിൽക്കുന്നത്, വായു എന്ന് പറയാണ്. അങ്ങനെ രേവതി വരുന്ന സമയത്ത് മഹിമ ഇങ്ങനെ ഒരു പുച്ഛ മനോഭാവത്തോടു കൂടി നമ്മുടെ രേവതിനെ നോക്കുകയാണ്. രേവതി അതൊന്നും മെയിൻ ചെയ്യാണ്ട് വർഷേനെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ. പാവം നമ്മുടെ സച്ചി ഇതൊക്കെ ബാക്കിലിരുന്ന് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സച്ചിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ട് ഒരു ചങ്ങാതി ഉണ്ടല്ലോ, അയാൾ പറയാണ്, നമ്മൾ ഈ പിന്നിലിരിക്കണോണ്ട് ഒന്നും അങ്ങോട്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല അല്ലേ, നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് ഫ്രണ്ടിൽ പോയിരുന്നാലോ എന്ന് പറയാണ്. അപ്പോൾ സച്ചി താൻ പോയിരുന്നോടോ എന്ന് പറയണം. അപ്പോൾ അയാൾ അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ തമാശ റോളിൽ. പിന്നീട് നമ്മുടെ ശ്രുതിയാണ് വരുന്നത്. ശ്രുതിയുടെ അച്ഛനും ഇല്ല, അമ്മാവനും ഇല്ല, ആങ്ങളെയില്ല, ആരും ഇല്ലാണ്ട് ശ്രുതി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വരികയാണ്. ചന്ദ്രമതി ആണെങ്കിൽ മുഖത്ത് ഇങ്ങനെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ എരിവുള്ള മുളക് തേച്ചമാർ ഇങ്ങനെ മോന്ത ചോന്നിരിക്കുകയാണ്, കലി തുള്ളിയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ വർഷയും ശ്രീകാന്തും പരസ്പരം മഞ്ഞളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രുതിയുടെ കാര്യത്തിൽ ഇന്നത്തോടു കൂടി ഒരു തീരുമാനമായി എന്നാണ് തോന്നണത്. എന്തായാലും പോണ പോക്കിൽ നമ്മുടെ രേവതി സച്ചിനെ ഒരു പിച്ചിട്ടാണ് കേട്ടോ സുഹൃത്തുക്കളെ പോണത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ കൂട്ടുകാരെ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. ആരും ലൈക്ക് അടിക്കാതെയാണ് പോണത്, പ്ലീസ്.